മാതൃഭൂമി അക്ഷരോത്സവത്തിലേക്ക് എത്തുന്ന അതിഥികളെയും ഡെലിഗേറ്റ്സിനെയും ഒക്കെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇതുപോലുള്ള ടുക്സി ഓട്ടോറിക്ഷകളുണ്ട്. ഉദ്ഘാടന ദിവസം നടൻ മോഹൻലാലും MA യൂസഫ് അലിയും MP ശ്രേയാംസ് കുമാറും ഒക്കെ നിശാഗന്ധിയിലേക്ക് എത്തിയത് ഇതുപോലൊരു ടുക്സി ഓട്ടോറിക്ഷയിലായിരുന്നു. കനകക്കുന്നിലെ അക്ഷരോത്സവത്തിലേക്ക് എത്തുന്ന ഏവർക്കും ടുക്സി ഓട്ടോറിക്ഷകൾ പ്രയോജനപ്പെടുത്താം. ടുക്സിയുടെ അണ്ടറിൽ നമുക്കിപ്പോൾ 20 ഓട്ടോസാണ് ഇപ്പോൾ MBFL അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമ്മളാണ് ഇവിടുത്തെ സസ്റ്റൈനബിൾ കമ്മ്യൂട്ടിംഗ് പാർട്ട്ണർ. ഇപ്പോൾ ടുക്സി ആക്ച്വലി ഞങ്ങളൊരു 2022 ഇവിടെ ട്രിവാൻഡ്രം പൈലറ്റ് പോയിട്ടുള്ളതാണ്. ഇറ്റ്സ് എ മൊബിലിറ്റി ആപ്പ്. അപ്പോൾ ടുക്സിയുടെ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ലി അപ്രോച്ചാണ്. അപ്പോൾ ഇതിന്ന് നമുക്ക് യാത്രക്കാർക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ട്രാൻസ്പാരൻറ്റ്, വി ആർ സ്ട്രേറ്റ് ഫോർവേഡ് വിത്ത് പ്രൈസസ്. ഇപ്പോൾ പല ആപ്സിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിഡൻ ചാർജസ് ഉണ്ട്, പക്ഷേ വി ആർ അപ്പ് ഫ്രണ്ട്. നമ്മളെല്ലാം മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് തന്നെ വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് ലൈക്ക് ഹൗ എ റിയൽ ഫ്രണ്ട് ഫങ്ഷൻസ് നമ്മളത് ചെയ്യും. വേദികളിലെല്ലാം കാർബൺ രഹിത ഊർജ്ജമാർഗങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത്. KSEBയുമായി സഹകരിച്ച് കാർബൺ രഹിത ഊർജ്ജ സംവിധാനവുമുണ്ട്. മാതൃഭൂമിക്കായി സൗരോർജ്ജ വൈദ്യുതി വിതരണം ചെയ്യുന്നത് വാട്സൺ എനർജിയാണ്. കഴിഞ്ഞ 4 വർഷങ്ങളായി ഈ കാർ ഫെസ്റ്റിവലിന് വേണ്ട എനർജി ഞങ്ങൾ സോളാർ പവർ പ്ലാന്റുകളിലൂടെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. അധികം ആവശ്യമായി വരുന്ന എനർജി മാത്രമാണ് നമ്മൾ KSEനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഞങ്ങൾ ഓരോ തവണയും ആ സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് കൊണ്ടുവരുന്നത്. ഇപ്പം ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി HAT ടെക്നോളജിയുടെ പവർ പ്ലാന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ കാർ ഫെസ്റ്റിവൽ നടക്കുന്നത്. പരിശീലനം ലഭിച്ച വോളണ്ടിയർമാരാണ് വേദികളിലുള്ളത്. കൊട്ടാര വളപ്പിലെവിടെയും പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടില്ല. ഓല കൊണ്ട് നിർമ്മിച്ചതാണ് ഭൂരിഭാഗം വേദികളും. ഹരിതചട്ടം പാലിച്ച് പൂർണ്ണമായും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുകയാണ് മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന്റെ 7ാം പതിപ്പ്. കനകക്കുന്നിൽ നിന്നും അനൂപിനൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്.